ചാമ്പ്യൻസ് ട്രോഫിക്കായിട്ടുള്ള ടീം ഇന്ത്യൻ ടീം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ സഞ്ജുവിന്റെ ഫോം എന്താണ് എന്നത് ക്രിക്കറ്റ് കാണുന്നവർക്ക് മാത്രമല്ല, അത് ശ്രദ്ധിക്കാത്തവർക്ക് പോലും സഞ്ജു സെഞ്ചുറി അടിച്ചു കൂട്ടുകയാണ് എന്ന് അറിയാൻ സാധിക്കുമായിരിക്കും. എന്തുകൊണ്ട് സഞ്ജുവിനെ എന്നിട്ടും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ല? സഞ്ജു എന്നത് മാത്രമല്ല, മലയാളികൾ ആരും തന്നെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ആർക്കും എന്തുകൊണ്ട് ഒരു സ്ഥിരം സാന്നിധ്യമായി ഇന്ത്യൻ ടീമിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല? ഒരൊറ്റ ഉത്തരം എന്നത് BJP എന്നത് മാത്രമാണ്. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല കേരളവും തമിഴ്നാടും ഒന്നും തന്നെ. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് മുകളിൽ ഒരു പ്രഷറും ആരും കൊടുക്കുകയുമില്ല. വെറുതെ ഫോം വെച്ച് മാത്രമാണ് ഇന്ത്യൻ ടീമിലേക്ക് ആളുകളെ എടുക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഋഷഭ് പന്ത് എത്ര ഫോം അല്ലെങ്കിലും അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കറിന്റെ ഒരു പ്രഷർ എപ്പോഴും കാണും. പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നത്. അമിത്ഷായുടെ മകൻ ജയ്ഷയാണ് ICCയുടെ ചെയർപേഴ്സൺ എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. BCCIയുടെ സെക്രട്ടറിയും അദ്ദേഹം തന്നെയായിരുന്നു. BJP പ്രവർത്തകനായിരുന്ന ഗൗതം ഗംഭീറാണ് ഇന്ത്യയുടെ കോച്ച്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്ലെയേഴ്സ് ഇന്ത്യൻ ടീമിൽ ഇനി എത്ര ഫോമിൽ അല്ലെങ്കിലും ആവർത്തിച്ച് കളിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. സ്പോർട്സിൽ പോലും രാഷ്ട്രീയം കലർത്തുകയാണ് ഇവിടെ ഇന്ത്യയെ. മോദി സർക്കാർ രാജ്യത്തെ ഭരിച്ചു മുടിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. വിലക്കയറ്റം കാരണം പൊറുതിമുട്ടി നിൽക്കുന്ന ഈ നാട്ടിൽ മാനസിക സന്തോഷത്തിന് കാണുന്ന സ്പോർട്സിൽ പോലും രാഷ്ട്രീയം കുത്തിക്കയറ്റുകയാണ് കേന്ദ്രവും BJPയും ഒക്കെ. ഇവിടെ ഇങ്ങ് കേരളത്തിലും ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നാണ് കേന്ദ്രം ചിന്തിക്കുന്നത്. വയനാട് ചൂരൽമല ദുരന്തം നടന്നിട്ട് നരേന്ദ്രമോദി ട്രിപ്പ് അടിച്ചിട്ട് പോയി എന്നതല്ലാതെ കേരളത്തിനായിട്ട് ഒരു കുന്തവും ചെയ്തില്ല. BJP ഭരിക്കുന്ന ഒരു നാട്ടിലാണ് ഈ ദുരന്തം വരുന്നതെങ്കിൽ അതിന്റെ അടുത്ത സെക്കൻഡ് അവർ പ്രഖ്യാപിക്കും കോടികൾ. അതൊന്നും ഇവിടെ കാണില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് BJP അല്ല, ഭരിക്കുന്നത് പോയിട്ട് അവിടെ അടുപ്പിക്കുന്ന കൂടിയില്ല. കേരളത്തിൽ ഈ പോക്കിലാണെന്നുണ്ടെങ്കിൽ BJPക്ക് അധിക ആയുസ് ഇവിടെ ഇല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാമ്പത്തികമായി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുഖ്യ കാരണം സംസ്ഥാനത്തിന് നിയമാനുസൃതം ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതത്തിന്റെ അന്യായമായ നിഷേധം തന്നെയാണ്. രാജ്യം നേരിടുന്ന ഗുരുതരമായ പണപ്പെരുപ്പം, വിലക്കയറ്റം, തൊഴിൽ രാഹിത്യം എന്നിവയൊക്കെ കാരണം ചെലവുകൾ ഭീമമായി കൂടുകയും കുടുംബ വായ്പ ബാധ്യത വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതായിട്ടും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സൗത്ത് ഇന്ത്യയിൽ നിന്നും BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അല്ലാതെ ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിൽ കയറുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. കയറിയാൽ തന്നെ അവസരങ്ങൾ ലഭിക്കുക, തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കുക എന്നതൊരു വലിയ പണിയാണ് എന്നുള്ളത് സഞ്ജു സാംസണിനെ പോലുള്ള കായിക താരങ്ങളെ ഓർത്ത് ദുഃഖത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്.